ഞാൻ നല്ല പോർ പോരുതോ എന്നോട്ടവും തികച്ചോ നീതിൻ കിരീടമെന്ന് എനിക്കായി കരുതിയിട്ടുണ്ട്. ഞാൻ നല്ല പോർ പോരുതോ എന്നോട്ടവും തികച്ചോ നീതിൻ കിരീടമെന്ന് എനിക്കായി കരുതിയിട്ടുണ്ട്. നിത്യരാജ ചേരുവോളം നിത്യമാ നിത്യമായി ഞാൻ വാഴുമേ നിത്യകാലം യേശുവോടൊത്ത് നിത്യകാലം യേശുവോടൊത്ത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസിയുടെ ഫ്യൂണറൽ സർവീസിന് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇവിടെയാക്കിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ചേച്ചിയുടെ 9 സഹോദരങ്ങൾ ഏറ്റവും ഇളയ ആങ്ങളയുടെ വൈഫാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ കുടുംബത്തിൽ വന്നതിന് ശേഷമായി ഞങ്ങളുടെ ബെൽസിമാമയും സാറാമാമയും എൻ്റെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ മാതൃകാപരമായ ജീവിതം എന്നെ കൂടുതലായി ദൈവകൃപയിൽ വർദ്ധിപ്പിക്കുവാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതലായി വർദ്ധിപ്പിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ പ്രത്യാശയേറിയതായ അനുഭവങ്ങളും ആ ആത്മീയ കാര്യങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിന് വളരെയധികമായി പ്രയോജനം ചെയ്തു. ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഇന്നുവരെയും സ്തോത്രം ചെയ്യുന്നു. ആദ്യ സ്നേഹത്തിൽ മാതൃകയായി അന്ത്യം വരെയും ജീവിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുത്തതായ ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തൻ്റെ വിശുദ്ധന്മാരോടൊത്ത് ഇത്രയും കാലം 38 വർഷം, നീണ്ട 38 വർഷം കർത്താവിൻ്റെ സന്നിധിയിൽ സുശേഷ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തതായ ആ നല്ല ആ വിലയേറിയ കൃപയെ ഓർത്ത് ഞാൻ വീണ്ടും നന്ദിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഷ്ടതയുണ്ട്, ഭാരമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവിടെയെല്ലാം ദൈവസന്നിധിയിൽ വീണുപോകാതെ താണുപോകാതെ ഇത്രത്തോളം വരെയും പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ദൈവദാസിക്ക് കൊടുത്തതായ ആ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നിത്യമായ ഒരു ഭവനത്തിൽ ചേരുവോളം അന്ത്യം വരെയും കർത്താവിൻ്റെ ദാസിക്ക് കൊടുത്തതായ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഒരു വലിയ മാതൃക തന്നെയാണ്. ദൈവത്തിനു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഹല്ലേലൂയ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൂടാരമായ നമ്മുടെ നല്ല ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായ ഒരു നിത്യഭവനം ദാനമായി കെട്ടിട സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന് കാണപ്പെടുവാൻ കർത്താവിടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിയുടെ മൂത്ത ചേച്ചിയും സ്ട്രോക്ക് വന്ന് ഭവനത്തിലായിരിക്കുന്നു. ചേച്ചിക്കും കുടുംബത്തിനും ഇവിടെ കടന്നു വരുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു സഹോദരനും രോഗിയായി ഇന്ന് 3-4 ദിവസമേ ആയുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്നു. അവർക്കും കുടുംബത്തിനും ഈ സ്ഥാനത്ത് കടന്നു വരുവാൻ സാധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വളരെയധികമായി പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ. ഇന്ന് മുതൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവിടെ പ്രയത്നങ്ങളിൽ തന്നെ അവർ ഇന്നാളുകളിൽ വിശ്രമിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനമാകൊണ്ട് ഇന്നുവരെയും കർത്താവിൻ്റെ സന്നിധിയിലാകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. വീണ്ടും ഇവിടെ ആയിരിക്കുന്ന വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ ദാസിമാർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷി നിന്നിരുന്നോളൂ. കഷ്ടങ്ങൾ സഹിച്ചവർ
കണ്ണീരിൽ ധ്യാനം ചെയ്തവർ, കഷ്ടങ്ങൾ സഹിച്ചവർ, കണ്ണീരിൽ ധ്യാനം ചെയ്തവർ, കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവരെല്ലാം, കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവരെല്ലാം മറന്നു പോകും, മറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊട്ടാരക്കര വന്ന് ഇങ്ങനൊരു സാക്ഷി പറയണം ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. കാട്ടാക്കട സാറാമ്മയും ഞാനും കോട്ടയത്ത് ഒരു 10-20 വർഷത്തോളം കോട്ടയത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം കർത്താവ് എനിക്ക് സഹായിച്ചു. അതിനിടയിൽ ഞാനൊരു 2 വർഷം ഞങ്ങൾ കട്ടപ്പനയിൽ ലോക്കലായിരുന്നപ്പോൾ 2 വർഷം ഞങ്ങൾ അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ഒരു സ്വന്തം ഒരു മാതാപിതാക്കളുടെ മക്കളെ പോലെ, സ്വന്തം ചേടത്തി അനിയത്തി പോലെ ഞങ്ങൾ വളരെ സന്തോഷമായി സമാധാനമായി ഒരു നിമിഷം പോലും ഒന്ന് ഞങ്ങൾ പിണങ്ങിയിരിക്കുവാനോ ഭാരപ്പെട്ടിരിക്കുവാനോ ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമായിട്ട് ഞങ്ങൾ വിശ്വാസ വീട്ടിൽ വളരെ, എനിക്ക് ഒരു പാട്ടൊന്നും എനിക്കന്ന് അറിയത്തില്ല. എനിക്ക് ആകെ TPMൽ അറിയാവുന്ന 2 പാട്ടേ ഉള്ളായിരുന്നു. ഞാനത് പാടാൻ എനിക്ക് എന്നും അതുപോലെ ഇങ്ങനെ പാടുന്ന സാറാമ്മ എന്നെ കളിയാക്കിടി, നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞായറാഴ്ച ഞായറാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സംഗീത ശുശ്രൂഷയിൽ പഴയ പാട്ടെല്ലാം എന്നെ പഠിപ്പിക്കും. ഒരു 10-11 വരെ ഞങ്ങൾ ഈ പാട്ട് പഠിച്ചുകൊണ്ട്, അന്ന് ശമയലൂട്ടി അപ്പച്ചനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, അപ്പച്ചനും വന്നിരിക്കും സാറാമ്മയുടെ പാട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട്. ഒരു സംഗീതത്തിൻ്റെ ഇത്ര വലിയൊരു മാധുര്യമുള്ളൊരു സഹോദരിയെ ഞാൻ ഈ 36 വർഷത്തിനിടയിൽ, സാറാമ്മയുടെ പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. സാറാമ്മ പഴയ പാട്ട് പാടുമ്പോൾ ഞാൻ വായിലോട്ട് നോക്കിയിരിക്കും. നല്ല കൃപയോടുകൂടി സാറാമ്മ പാട്ട് പാടും. അത് ആത്മീയത്തിൽ ഒരു വലിയ, സാറാമ്മ പാട്ട് പാടിക്കഴിയുമ്പോൾ വലിയൊരു ആത്മീയ അന്തരീക്ഷ സഭയിലുണ്ടാകും. അന്ന് കട്ടപ്പനയിൽ ചുരുക്കം പേരേ ഉള്ളൂ, സാമ്പത്തികമായിട്ടും വലിയ ഒന്നുമില്ല. തണുപ്പാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പോലും വൈകിലും രാവിലെ സ്തോത്രത്തിന് ആ തണുപ്പത്ത് സാറാമ്മയ്ക്ക് തണുപ്പ് വളരെ കഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും 4 മണിയാകുമ്പോൾ സ്തോത്രത്തിന് പോയിരുന്നു. 3:45 സാറാമ്മ പോയിരുന്നു, പാട്ട് പാടും. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ വീട്ടിൽ വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ജോസൂട്ടി അപ്പച്ചനോട് വയ്യാതെ കിടന്നപ്പോൾ ലാസ്റ്റ് വന്ന് ഞാനിവിടെ സാറാമ്മയെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ശോഭ ഞാൻ മരിക്കുമ്പോൾ നീ വരുമോ എന്ന് ചോദിച്ചു. സാറാമ്മ ഞാൻ കട്ടപ്പനയിലല്ലേ, എന്നെ വിടുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ സാറാമ്മയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നേനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓട്ട് ഞാൻ പ്രത്യാശയോടെ ഓടി എനിക്ക് വെച്ചിരിക്കുന്ന നല്ല അവകാശം ഞാനും പ്രാപിക്കേണ്ടതിന് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിലിരിക്കുന്നു. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാറാമ്മയെ കുറിച്ച് ഒരു 2 വാക്ക് പറയുവാൻ എനിക്ക് ദൈവം തന്ന വലിയൊരു ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ചെറിയ പ്രായത്തിൽ അവർ കാട്ടാക്കടയിലും ഞാൻ എരുത്താവൂരുമായിരുന്നു. എന്നാൽ ചെറിയ പ്രായങ്ങളിൽ ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നതിനും ഇങ്ങനെ കൺവെൻഷൻ നടത്തുമ്പോൾ സുവിശേഷ ജാഥ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുൻവശത്തു നിന്ന് ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പാടുകയും എല്ലാം ചെയ്തു. വലിയ നല്ല സന്തോഷമായിരുന്നു. എന്നാൽ ഞങ്ങൾ അധികമായി അടുക്കുകയില്ലായിരുന്നു. ഞങ്ങൾ എന്ന് വെച്ചാൽ 2 സഭക്കാരാണ്. എന്നാൽ ഒരു
കുട്ടികൾ ഞങ്ങളുടെ സഭ കൂട്ടുകാരികളോടൊത്ത് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെന്ന് ചോദിച്ചു. പറഞ്ഞു കാട്ടാക്കട സഭയിലാണ്. എന്നാൽ അതിനുശേഷമായി ഞങ്ങൾ ഇതുപോലെ സൺഡേ സ്കൂൾ സഭ കൺവെൻഷനെല്ലാം കൂടുമ്പോൾ സന്തോഷമായി കൂടുകയും സംസാരിക്കുകയും അതിനുശേഷമായി ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് ലോകക്കാരിൽ നിന്നെല്ലാം വിളിച്ച് വേർതിരുത്തിയ യഥാർത്ഥമായ സത്യസഭയിലേക്ക്, സത്യ കൂട്ടായ്മയിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ചത് പ്രകാരമായി ഞങ്ങളുടെ കർത്താവിൻ്റെ വിളി അനുസരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ ആദ്യം പോകുമായിരുന്നു. എന്നാൽ അടയാറിൽ ചെന്നപ്പോൾ 2 വർഷം എന്നെ അവിടെ നിർത്തി. എന്നാൽ ആ 86-ാം വർഷം സാറാമ്മ അവിടെ വരികയും അതുപോലെ ഞങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. അയ്യോ, നമ്മൾ ചെറിയ പ്രായത്തിലെ നാം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണെന്നല്ലോ, സൺഡേ സ്കൂളിന് നമ്മൾ യോഗത്തിന് പോകുക എന്നതാണെന്നല്ലോ എല്ലാം പറഞ്ഞ് സന്തോഷമായിരുന്നു. അതിനുശേഷമായി എന്നെ കോട്ടയത്തേക്ക് അയക്കുകയും തിരിച്ച് അടുത്ത കോട്ടയത്തിൽ അടയാറിൽ നിന്ന് സാറാമ്മ കോട്ടയത്ത് വരികയായിരുന്നു. ഞങ്ങൾ സന്തോഷമായി സമാധാനമായിരുന്നു. കോട്ടയവും കട്ടപ്പനയുമായി ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതായിരുന്നു. ആ സമയങ്ങളിലെല്ലാം കൺവെൻഷൻ കൂടുമ്പോഴും ആശയത്തിന് വരുമ്പോഴെല്ലാം ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ കട്ടപ്പന ഇച്ചിരി മലപ്രദേശമാണെങ്കിലും അവളെ വിടുമ്പോൾ അവിടെ സന്തോഷമായി ഏത് സ്ഥലത്തായാലും സന്തോഷത്തോടെ പോകുമായിരുന്നു. പോയിട്ട് വന്ന് എന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ ഒത്തൊരുമിച്ച് കൂടിയല്ലോ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് വലിയ ഭാഗ്യം തന്നല്ലോ എന്നെല്ലാം പറഞ്ഞിങ്ങനെ സന്തോഷിക്കുമായിരുന്നു. അതിനുശേഷമായി 2002 സെൻറ്റർ തിരിഞ്ഞപ്പോൾ സാറാമ്മയുടെ പേരായിരുന്നു കട്ടപ്പനയ്ക്ക് വന്നത്. എന്നാൽ പോകത്തില്ല, ഇവിടെ എല്ലാം വലിയ പ്രയാസം, ഒരു തണുപ്പായിരുന്നു, തണുപ്പ് സഹിക്കാൻ വയ്യ അപ്പച്ച ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എന്നാൽ ഇവിടെ പഠിക്കുന്നുണ്ടിരിക്കുന്ന ആൾ എന്നെ കട്ടപ്പനയ്ക്ക് പോട്ടെ, കട്ടപ്പനയിൽ നിന്ന് സാറാമ്മയെ ഞങ്ങൾ മാറ്റാമെന്ന് ഇങ്ങനെ പറഞ്ഞ് അവൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോയി. ഞങ്ങൾ എല്ലാവരും എല്ലായ്പ്പോഴും കാണുമ്പോൾ സമാധാനമായി സന്തോഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ നന്നായി ചെയ്ത് ഏത് കഷ്ടങ്ങൾ വന്നാലും ആ കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കൃപ ദൈവങ്ങൾക്ക് കൊടുത്തു. എന്നാൽ അതിനുശേഷമായി കൺവെൻഷൻ കൂട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കാണുകയും ഞങ്ങളുടെ കട്ടപ്പന വരികയും കോട്ടയത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് ചോദിക്കും. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ നന്നായി ചെയ്ത് നല്ല അവകാശത്തെ പ്രാപിപ്പാൻ അവൾ കടന്നുപോയിരിക്കുന്നു. ഞാൻ ജോസഫ് ഡേബച്ചൻ്റെ മരണസമയത്ത് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മാമേ ഇനി നമ്മൾ ഒന്ന് ഒരുമിച്ച് കാണുകയില്ല, ഇനി നമുക്ക് സ്വർഗത്തിൽ പോയി കാണാം. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവളെന്നെ ഇത്രയും സൗഖ്യത്തോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് അവളെ വേഗം വിളിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ നന്നായി ചെയ്ത് നല്ല വേല, അല്പകാല കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവൾക്ക് ദൈവം സഹായിച്ചു. കർത്താവ് വെച്ചിരിക്കുന്നതായ പ്രതിഫലം പ്രാപിപ്പാൻ പോയിരിക്കുന്നു. എന്നാൽ ആ പ്രതിഫലം പ്രാപിപ്പാനായി ഞാൻ ഒരുങ്ങുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളുന്നു.